എനിക്ക് ഈ ടേക്ക് 60 ടേക്ക് 143 പറഞ്ഞാൽ എന്റെ മുഴുവൻ തെറ്റിക്കൊണ്ടിരിക്കുന്ന ഇത് എപ്പോഴും ടേക്ക് 1. വളരെ ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത കാര്യമാണ്. ആ തലവര അല്ലാതെ എന്താ ഞാൻ. നമസ്കാരം, സിനി ടാക്കീസിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് സർക്കിട്ട് എന്ന സിനിമയെ കുറിച്ചാണ്. 1001 നുണകൾ എന്ന ചിത്രത്തിന് ശേഷം താമർ സംവിധാനം ചെയ്ത ചിത്രമാണ് സർക്കിട്ട്. ഇതിന്റെ റൈറ്ററും താമർ തന്നെയാണ്. ആസിഫ് അലി, ദിവ്യപ്രഭ, പ്രശാന്ത് അലക്സാണ്ടർ, ദീപക് പരമ്പാത് തുടങ്ങിയവർ മിക്ക വേഷത്തിൽ അഭിനയിച്ച ചിത്രമാണ് ഇത്. ജൊറോൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഒർഹാൻ എന്ന ഒരു കുട്ടിയാണ്. ആസിഫ് അലി അമീർ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. അമീർ ജോലി തേടി നടക്കുന്ന, വിസിറ്റിംഗ് വിസയിൽ വന്ന് താമസിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇതിൻ്റെ അകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. അമീറും ജൊറാനും ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കണ്ടുമുട്ടുന്നത്. അവർ തമ്മിലുള്ള ബന്ധം അനുസരിച്ച് കൂടുകയും അവർ കൂടുതൽ ഫ്രണ്ട്ഷിപ്പിൽ ആവുകയും ചെയ്യുന്നു. ഒരു ഹൈപ്പർ ആക്റ്റീവ് കഥാപാത്രത്തെയാണ് ഈ കുട്ടി ഇതിൻ്റെ അകത്ത് അവതരിപ്പിക്കുന്നത്. മികച്ച കഥാപാത്രത്തെ തിരഞ്ഞെടുക്കാനായിട്ടാണ് ആസിഫ് അലി ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അമീർ ജൊറോനോട് നക്ഷത്രങ്ങളുടെ കഥ പറയുന്ന ഒരു ടച്ചിങ് ആയ സീന് ഇതിൻ്റെ അകത്ത് ഉണ്ട്. അത് വളരെ ഇമോഷണൽ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത് ഒരു കോമഡി സിനിമയല്ല, ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമയാണ്. എന്റെ അഭിപ്രായത്തിൽ ഈ സിനിമ ഒരു വൺ ടൈം വാച്ചബിൾ ഫിലിമാണ്. ഇനി മറ്റൊരു സിനിമ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.